വൈൽഡ് സ്റ്റോൺ മേക്കേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും മറ്റൊരു ഹോം ടൂറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിപ്പോൾ ഹോം ടൂർ ചെയ്യാനായിട്ട് വന്ന് നിൽക്കുന്നത് ഞാൻ ഇത്ര പതുക്കെ സംസാരിക്കാൻ കാരണം നമ്മളിപ്പോൾ ഇന്നൊരു അപ്പാർട്ട്മെൻറ്റിലാണ്. ഇവിടെ കുറേ വീടുകളുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ. പുറമേ നിന്ന് കാണുമ്പോൾ തന്നെ നല്ല ഒരു അപ്പാർട്ട്മെൻറ്റാണ്. ഇനി ഈ നമ്മൾ കാണാൻ പോകുന്നത് ആരുടെ വീടാണെന്നല്ലേ എപ്പോഴും എന്താ പറയുക, ഞാൻ ഇന്നും വീണ്ടും വന്നിരിക്കുന്നത് മറ്റൊരു സിംഗറിൻ്റെ വീട്ടിലേക്കാണ്. നമ്മൾ മധുചേട്ടൻ്റെ വീട്ടിൽ പോയി വീടെല്ലാം കണ്ടതിന് ശേഷം വീണ്ടും മറ്റൊരു പാട്ടുകാരൻ്റെ വീട്, ഒരു ഫ്ലാറ്റ് കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഈ ഗായകൻ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, ശ്രീനാഥ് ശിവശങ്കരനാണ്. ശ്രീനാഥിൻ്റെ വീട് എത്രത്തോളം ഭംഗിയായിട്ടാണ്, മധുചേട്ടൻ്റെ വീട് പോലെയാണോ, എന്തൊക്കെയായിരിക്കും ഈ പാട്ടുകാരൻ്റെ വീട്ടിലുള്ള സംഭവങ്ങൾ നോക്കാം. ശ്രീനാഥും അശ്വതിയാണ് ഇവിടെ ഉള്ളത്. ശ്രീനാഥിൻ്റെ വൈഫ് അശ്വതി. ഓക്കെ, അപ്പോൾ രണ്ടുപേർക്കുള്ള മൈക്കൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇനി കോളിംഗ് ബെല്ല് അടിക്കാം. ആരാ വന്ന് തുറക്കുന്നത് നോക്കട്ടെ. ലെവൻത്ത് ഫ്ലോറിലാണ് കേട്ടോ. 14 ഫ്ലോർ ബിഗ് ഫ്ലാറ്റാണ്. 11th ഫ്ലോറിൽ ആരും വരുന്നില്ലല്ലോ. ആ ഹലോ, ഞാൻ ഒരുപാട് ഒച്ചപ്പാടും ബഹളമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേറെ പല ആൾക്കാരുണ്ടല്ലോ. ഹലോ ഹലോ ഹലോ, ഇതാണ് നമ്മുടെ ശ്രീനാഥ്, ഇത് നമ്മുടെ അശ്വതി. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അവരുടെ വീട്ടിലേക്ക് കയറാം. വാവ്, ഫുൾ വൈറ്റ് നൈസ്. ഫാനല്ലേ ആണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശ്രീനാഥ് ഞാനിവിടെ ബെല്ലടിച്ചപ്പോഴത്തേക്ക് നല്ലൊരു കാൻഡിൽ കത്തിച്ച് വീടിന് കുറച്ചും കൂടി ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്റെ ബെല്ലടിയുടെ ശല്യം കാരണം അത് വേണ്ടെന്ന് വെച്ചിട്ട് കത്തിച്ചു. അത് കത്തിയില്ല, വേണ്ട ഒരു ടൈമിങ്ങിന് അത് പ്രവർത്തിച്ചില്ല. അപ്പൊ അത് ഫ്ലോപ്പ് കേസ് ആയി. നമുക്ക് കാണായിരുന്നു ആ കാൻഡിൽ എങ്ങനെയാണ് വെച്ചത്, ഏതായിരുന്നു സംഭവം, എന്ത് നല്ല ഫ്രാഗ്രൻസ് ആണ്. ഞാനത് അത് ഫാൻ ഓൺ ചെയ്തിട്ടിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ട് പ്രോപ്പർ ആയിരുന്നു, പക്ഷെ വേണ്ട സമയം കിട്ടിയില്ല. സാരമില്ല, നമുക്ക് ഇനി കത്തിച്ചു നോക്കാം. അത്യാവശ്യം ഇടയ്ക്കൊക്കെ ഇതുപോലത്തെ പണിയൊക്കെ ചെയ്യണം. പാട്ട് മാത്രം പാടിയ പോരെന്ന് മനസ്സിലായില്ലേ? അത്യാവശ്യം പണിയെടുക്കുന്ന. അതെ, അത് ഞാൻ അശ്വതിയുടെ അടുത്ത് ചോദിക്കാം. അശ്വതി, ആദ്യം വീട് കാണുമ്പോ തന്നെ സൂപ്പർ. ഇത് ശ്രീനാഥിന്റെ ഒരു ഐശ്വര്യമാണോ അതോ അശ്വതിയുടെ ഐശ്വര്യം തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്? ആണോ? അല്ല, രണ്ടുപേരും ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ. സൂപ്പർ നൈസ്, ബ്യൂട്ടിഫുൾ ഹോം. നല്ലൊരു വൈറ്റ് അതിന്റെ കൂടെ നല്ലതായിട്ട് മേർജ് ചെയ്ത് പോകുന്ന നല്ലൊരു സൂപ്പർ കളർ കോമ്പിനേഷൻ. നമുക്ക് ഓരോന്നായിട്ട് കാണാം വീട്ടില്. ഓക്കെ, കാരണം നമ്മുടെ പ്രേക്ഷകര് ഇനിയിപ്പോ നിങ്ങളുടെ കുറെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് നിങ്ങളുടെ വീട് നിങ്ങൾ എങ്ങനെയാ വെച്ചിരിക്കുന്നത്, വീട്ടിലെ സംഭവങ്ങൾ എങ്ങനെയാ, അതൊക്കെ കാണാനുള്ള ഒരു പ്രത്യേക ഒരു ക്യൂരിയോസിറ്റി കാണും. അപ്പൊ നമുക്ക് ആ ഒരു ഡീറ്റെയിലിംഗിലേക്ക് പോവാം. ഓക്കെ, ഡീറ്റെയിലിംഗ് കൂടുതൽ ഇവിടെ ചോദിച്ചോളൂ. ആണോ? ശ്രീനാഥിനെ വീടുമായിട്ട് യാതൊരു ബന്ധമില്ലേ? ബന്ധമുള്ളത് എന്റെ വീടാണ്, അശ്വതിയുടെ ഭർത്താവാണ്. അത്ര മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അശ്വതിയുടെ ഐഡിയാസ് ഒക്കെ അശ്വതിയുടെ ഐഡിയാസ് ആണ്. അപ്പം എനിക്ക് നല്ലത് ആണെന്ന് തോന്നുന്ന സാധനം കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, അത്രേ ഉള്ളൂ. ഫൈനൽ പിക്കിന് മാത്രം ശ്രീനാഥിനെ വിളിച്ചാൽ മതി. എല്ലാ കാര്യങ്ങളും ഞാൻ എന്തെങ്കിലും സെലക്ട് ചെയ്യുമ്പോ ഇത് ഓക്കെ ആണോ അങ്ങനെയൊക്കെ ചോദിക്കും. പിന്നെ എല്ലാം ഓക്കെയാ, എന്ത് കാണിച്ചെടുത്താലും ഓക്കെ പറയും. പിന്നെ ശ്രീനാഥിന്റെ ഒരു ഇതിനു വേണ്ടി ജസ്റ്റ് ഒരു ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ് മാത്രം ചോദിച്ചാൽ മതിയല്ലോ അല്ലെ? കംപ്ലീറ്റ് ഇന്റീരിയർ അപ്പൊ അശ്വതിയുടെ തന്നെ ഡിസൈൻ ആയിരുന്നു. എന്റെ അമ്മയ്ക്കും ഇതില് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ, അതാണ് ഐശ്വര്യം. കണ്ടോ? നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഇതൊക്കെ എവിടുന്നാ, ഇതൊക്കെ വാങ്ങിയത് ഈ വീട്ടിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടി തന്നെ നിങ്ങൾ പോയി പർച്ചേസ് ചെയ്താണോ അതോ ഗിഫ്റ്റ് കിട്ടിയതാണോ? നമ്മൾ പർച്ചേസ് ചെയ്തതാ. പക്ഷെ ഇവിടെ ആക്ച്വലി ഇവിടെ ഒരു പെയിന്റിങ്ങിനുള്ള സ്പേസ് ആയിരുന്നു. അപ്പൊ നമ്മൾ റീസെന്റ് അത് ആഡ് ചെയ്തതാണ്. അതിന് മുന്നേ വാൾ പാനലിംഗ് ചെയ്തപ്പോഴേ ഡിസൈഡ് ഉണ്ടായിരുന്നു ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെയിന്റിംഗ് കൂടെ വെക്കണം എന്നുള്ള ഒരു. പിന്നെ ഈ ബുദ്ധന്റെ പെയിന്റിംഗ് കണ്ടപ്പോ അത് ഇഷ്ടപ്പെട്ടു, അതായിട്ട്. ഓക്കെ, ഞാൻ ബുദ്ധൻ ഇവിടെ പൊതുവെ ഒരു അവളുടെ വീട്ടിലാണെങ്കിലും ബുദ്ധനൊരു വിഷയമാണ്. ബുദ്ധനില്ലാത്ത സ്ഥലമില്ല. ഏത് വഴിക്ക് തിരിഞ്ഞാലും ബുദ്ധനൊരു സ്ഥലം പറഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലും അതെ, കേറുമ്പോ തന്നെ റൈറ്റ്സുള്ള ഒരു പർഗോളി, അതിനകത്ത് ബുദ്ധനും വെള്ളവും ഒക്കെയാണ്. അതൊരു ഫീലല്ലേ, സമാധാനത്തിന്റെ എല്ലാത്തിന്റെയും ഒരു ആളായതുകൊണ്ട്. എന്നിട്ട് ശാന്തി സമാധാനം കിട്ടുന്നുണ്ടോ അശ്വതിയുടെ അടുത്ത് ചോദിക്കട്ടെ? വലിയ കുഴപ്പമില്ല, തട്ടിക്കുട്ടി പോണു. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 1 year ആയോ? 1.5 വർഷമായി. 1.5 years ആയി. 1.5 വർഷം ആവണം. അപ്പൊ പരിചയപ്പെട്ടതിന് മുമ്പത്തെ ആള് തന്നെയാണോ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴും? പൊട്ടിത്തെറികൾ ഇല്ല, പാവമാണ്. സോഫാർ അങ്ങനെ നമ്മള് മുന്നേ ഉണ്ടായിരുന്ന പോലെയൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ, എന്താ വേണ്ട പൊട്ടിത്തെറികൾ പൊതുവെ അങ്ങനെ. എനിക്ക് പണ്ട് പെട്ടെന്ന് ഒരു 20 വയസ്സിലൊക്കെ ഭയങ്കരമായിട്ട് ക്യുക്കായിട്ട് ദേഷ്യം വരുമായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും മനുഷ്യന് കുറച്ച് പ്രായമാകുമ്പോ
അല്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ദേഷ്യപ്പെടേണ്ട എന്നൊരു എന്നുള്ള സാധനം തിരിച്ചറിവ് കിട്ടി. തിരിച്ചറിവ് കിട്ടി. ഓട്ടോമാറ്റിക് തോന്നുന്ന ഒരു അടിസ്ഥാനത്തിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു, എനിക്ക് സ്വയം വിലയിരുത്തിയിട്ട് തോന്നുന്നു എനിക്ക് ദേഷ്യം ഇപ്പൊ വളരെ കുറഞ്ഞു. ഞാൻ എന്താ ഐശ്വര്യ ഇങ്ങനെ മാറി എന്നുള്ളത് അല്ലേ. ഇനി ഇത് പൂജാമുറി കാണാലോ, നമുക്ക് പൂജാ റൂം നോക്കാം. അത് ആക്ച്വലി ഒരു ബാൽക്കണി ആയിരുന്നു. ഓ, നിങ്ങൾ അതിനെ പൂജാ റൂം ആക്കി. ജസ്റ്റ് ഒരു ക്ലോസ് ചെയ്തിട്ട് അത് ഇപ്പോഴും നമുക്ക് വേണമെങ്കിൽ അത് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് ബാൽക്കണിയുടെ വ്യൂ തന്നെ. ബ്ലൈൻഡിലാണ് നിങ്ങൾ ഓം ചെയ്തിരിക്കുന്നത്. അത് അങ്ങനെ ചെയ്തെടുത്തതാണോ, കസ്റ്റമൈസ് ചെയ്തതാണോ, അതോ അങ്ങനെ തന്നെ വാങ്ങിയതാണോ? ഇല്ല, ഇത് കസ്റ്റമൈസ് ചെയ്തതാണ്. ബ്ലൈൻഡ്സിൽ അത് ചെയ്തിട്ട് നന്നായിട്ടുണ്ട്. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്ത വിൻഡോ ആയിരിക്കും. അപ്പൊ അത് വിൻഡോ ആക്കിയേക്കാം. ഓക്കെ, ചെറിയ പൂജാറും പക്ഷെ നല്ല ഐശ്വര്യമുള്ള പൂജാറും, നല്ല ഭംഗിയായിട്ട്. ഓൾറെഡി നമ്മൾ ആദ്യം ഇവിടെ 4 ബാൽക്കണി ഉണ്ട്. അപ്പോ അവളുടെ അച്ഛൻ ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഈ പ്ലാന് പറഞ്ഞതാ, ഇത് ഈ ബാൽക്കണി നമുക്ക് വേണമെങ്കിൽ പൂജാ റൂം ആക്കാലോ എന്നുള്ള ഇങ്ങനെ സംസാരിച്ചപ്പോ ആ പരിപാടി കൊള്ളാം എന്തോ, അങ്ങനെയാണ് ഈ ഐഡിയ വരുന്നത് ആക്ച്വലി. അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടി വേറൊരു സ്പേസ് പിന്നെ എടുക്കണം. അപ്പം ഉള്ള സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട്. ഓ, നല്ല നൈസ് ഐഡിയ. അപ്പൊ നിങ്ങൾ ഫേസ് ചെയ്യണത് ഈസ്റ്റിലേക്കാണോ അത് ഈസ്റ്റ് ആണോ? അതറിയില്ല, അതൊന്നും അറിയില്ല. ഇതാണ് ഈസ്റ്റ്. അച്ഛൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് അങ്ങനെ ഈസ്റ്റോ വെസ്റ്റോ ആയിരിക്കും. കിഴക്കും പടിഞ്ഞാറൊക്കെ എന്റെ അച്ഛൻ ഒടുക്കത്തെ നോട്ടമാണ്. അതുകൊണ്ട് അച്ഛൻ വന്നിട്ട് പറഞ്ഞു ഇതാണ് കിഴക്കനാണ്. പുള്ളി മറ്റേ കോമ്പസ് ഒക്കെ വെച്ച് നോക്കുന്നതിനേക്കാളും നോക്കിട്ട് പറയുന്നത്, അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞ ഇത് തന്നെയാണ് കിഴക്ക്. ഓക്കെ, അപ്പൊ അങ്ങോട്ട് കിഴക്കോട്ട് തന്നെ ഫേസ് ചെയ്തിരിക്കണം. ഇരുന്നോലെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കിനി അടുത്തത് പോവാം. ദേ ഇവിടെ നല്ലൊരു വോൾ ഹാങ്ങിങ് ഉണ്ട്. ഈ ഔള് രാത്രിക്കാരൻ ആരാണ്? ശ്രീനാഥ് രാത്രിക്കാരനാണോ? ഞാൻ ഞാനിപ്പോ കുറച്ച് മുന്നേ രാത്രിയല്ല പകല് ഇന്നലെ ഷോയ്ക്ക് പോയിട്ട് ഇന്നലെ ഷോ ഉണ്ട്. അപ്പൊ നമ്മള് കൂടുതലും കുറെ കാലമായിട്ട് ബാറ്റ്മാൻ ആയതുകൊണ്ട് ഏതാണ്ട് അപ്പൊ അതിന്റെ പ്രതീകമായിട്ടാണ് അശ്വതി ഒരു ഔളിനെ തന്നെ അവിടെ വെച്ച്. എന്താ പറയാ, ഇത് ഇവര് ഞാനും അമ്മയുടെ അമ്മയും കൂടി ഞങ്ങൾ 3 പേരും കൂടി ബാലി പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനത്തെ കൊറേ ഹാൻഡിക്രാഫ്റ്റ്സ് കൊറേ സംഭവങ്ങളുണ്ട്. അപ്പൊ അവിടെ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടപ്പോ നമ്മള് വാങ്ങിച്ചു. ഓക്കെ, നൈസ്. പിന്നെ ഇതൊക്കെ എവിടുന്നാ നിങ്ങൾ പർച്ചേസ് ചെയ്തൊക്കെ? ഫർണിച്ചർ കൊറേ നമ്മുടെ കൊച്ചി തന്നെ, പക്ഷെ കൊറേ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പല സ്ഥലത്ത്. ഓക്കെ, നൈസ്. നല്ലൊരു സ്ഥലത്തുനിന്നായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല, പലയിടത്തുനിന്നായിട്ട്. വിഷമം വരുന്നില്ല, എല്ലാ കടയിൽ നിന്ന് പോയിട്ട് ഓരോന്ന്. നല്ല കളർ കോമ്പിനേഷൻ, അതാണ് ഹൈലൈറ്റ്. പ്ലസ് ചെടി ഇഷ്ടമൊക്കെ ഉള്ള ആൾക്കാരാണോ? ചെടി ഇഷ്ടമാണ്. ഇതുപോലെ വീട്ടില് ഒരു കാടാ, ഉള്ളിലും പുറത്തും ഒക്കെ കാട് പോലെ. അപ്പൊ അമ്മയ്ക്കും ഇഷ്ടമാണ്. പിന്നെ എനിക്ക് അത്രയും ഇനിയും വെക്കണമെന്നുണ്ട്. നമുക്ക് ഇവിടെ അത്രയും മെയിൻറ്റെയിൻ ചെയ്യാൻ സ്പേസും എപ്പോഴും വെള്ളം എല്ലാം നോക്കണല്ലോ. അപ്പൊ അതിന്റെ പ്രശ്നം. അതുപോലെ നമ്മൾ എപ്പോഴും വളരെ റെഗുലർ ആയിട്ട് 2 പേരും ഇവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതെ, ചെടിയൊക്കെ പെട്ടെന്ന് നശിക്കും ഡെയിലി വെള്ളം കൊടുത്തില്ലെങ്കിലൊക്കെ. നമുക്കിനി ആ സൈഡിലേക്ക് പോവാം. ഇവിടെ ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ നല്ലൊരു ഇതൊക്കെ കണ്ടല്ലോ, ലൈറ്റ് സംഭവങ്ങളൊക്കെ. വന്നോളൂ, ഞങ്ങൾക്ക് പറഞ്ഞു തരും ബാക്കി സംഭവങ്ങളൊക്കെ. സൂപ്പർ, നല്ലൊരു ഇത് ഡൈനിങ് സെറ്റ്. നൈസ് ചെയർ പർച്ചേസ് ചെയ്ത. പക്ഷെ ഇത് മേടിച്ച സമയത്ത് നമുക്ക് അറിയില്ല എന്നത് എങ്ങനെ മൊത്തത്തില് മാച്ച്. പിന്നെ എല്ലാം ഫിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് എല്ലാം കൂടെ കറക്റ്റ് ആയിട്ട് വന്നത്. ഓക്കെ, നീ ഇത് ബാൽക്കണി. ഇവിടെ എങ്ങനെയാ, നല്ല കാറ്റുണ്ടോ? കാറ്റത്തൊരു സാധനം താഴെ വീണ് കിടക്കും. ഇവിടെ കാറ്റുണ്ട്. ഇവിടെ ആദ്യം ഇങ്ങനെ ഒരു സെറ്റപ്പ് ആയിരുന്നില്ല. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ കൂടുതൽ കാറ്റുണ്ടായിരുന്നു. ഇതിപ്പം ഹാഫേ തുറക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ തുറക്കായിരുന്നു. പിന്നെ നമ്മള് പണി ചെയ്യുമ്പോഴും ഫുൾ ടൈം നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാനും. ആക്ച്വലി നമ്മൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് കണ്ടപ്പോ വൃത്തിയുണ്ട്, ശരി നോക്കെ പോട്ടെ. പക്ഷെ കുഴപ്പമില്ല കാറ്റ്. പക്ഷെ ഇപ്പൊ ഭയങ്കര ചൂട് സമയമായതുകൊണ്ട് കാറ്റ് വൈകുന്നേരത്തൊക്കെ കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഫ്ലാറ്റിന് താഴെ ഭയങ്കര കാറ്റാണ്. അത്രയും കാറ്റ് നിങ്ങൾ 11th ഫ്ലോറിലായിട്ടില്ലേ? കാറ്റുണ്ട്, പക്ഷെ എനിക്ക് നമുക്കൊന്ന് കണ്ടിട്ട് പോവാം. 11th ഫ്ലോർ ക്ലൈമറ്റിന്റെ ആണോ എന്താണെന്ന് അറിയില്ല, ഇപ്പം കുറച്ച് ചൂട് കുറഞ്ഞില്ല. ഓക്കെ, 11th ഫ്ലോറിലാ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സൈഡിൽ നിന്ന് ആയതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അല്ലേ, അതുകൊണ്ടും കൂടി ആയിരിക്കും ഇതില്ലാത്തത്. പിന്നെ നമ്മള് താമസമൊക്കെ തുടങ്ങിയ സമയത്ത് മഴ ഉള്ള സമയത്തായിരുന്നു. അപ്പൊ ആ ടൈമില് കാറ്റ് കുറച്ച് കൂടുതലുമായിരുന്നു. ഇപ്പൊ പിന്നെ അത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റാത്തോണ്ട് പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് കാലാവസ്ഥയൊന്നും ഇല്ലല്ലോ. കാലാവസ്ഥയ്ക്ക് തന്നെ അറിയാൻ പാടില്ല എന്താണ് സമയത്താണ് വരേണ്ടത്, എങ്ങോട്ട് വീശണം അറിയാൻ വയ്യാത്ത. നമ്മളിവിടെ ചെറിയ രീതിയിൽ ഇപ്പൊ എല്ലാം നമ്മള് മാറ്റിയില്ല. ഇവിടെ ബാൽക്കണിയിലെ ടൈൽസ് നമ്മള് മാറ്റിണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പ്രിന്റഡ് പൂജാ റൂമിലും അത് തന്നെ ഇട്ടിരിക്കുന്നത്, എല്ലാ ബാൽക്കണീസിലെല്ലാം സെയിം. ഓക്കെ, അതുകൊണ്ട് തന്നെ അതൊരു
ഒരു പ്രത്യേക ഒരു ചന്തണ്ട് ആ വീടും ഇതൊക്കെ ആയിട്ട്. അത് ഇതെല്ലാം ആയിട്ട് അത് നമ്മൾ ആക്ച്വലി ഞങ്ങള് വേറെയാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയി അതെല്ലാം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് ലൈറ്റ് ഇതെന്തോ മേടിക്കാൻ വേണ്ടിട്ട് ഞങ്ങള് മറ്റേ പത്മ തിയേറ്ററിന്റെ ഒക്കെ അവിടെ ആ സൈഡിലായിട്ട് കുറെ ഷോപ്സ് ഉണ്ടല്ലോ. അപ്പൊ അത് കൂടെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇത് കണ്ടത്. പാസ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു കടയിൽ കണ്ടത്. അപ്പൊ തന്നെ പിന്നെ ഇവിടുത്തെ പരിപാടിക്ക് മാച്ച് ആവുന്ന തോന്നി. അതെ, ശരിക്കും ഇവരുടെ ഇന്റീരിയറിന് മാച്ച് ആവുന്ന നല്ലൊരു വാഷ് ബേസിനാണ്. നല്ലൊരു ഒറ്റ പീസ് ഉണ്ടായിരുന്നുള്ളൂ. സിംഗിൾ പീസ്. അത് അങ്ങനെ വന്നു. അത് വന്നപ്പോഴേ അത് വീട്ടിൽ നിന്ന് കേറുമ്പോ അതിന്റെ ഡിസൈനും അതെല്ലാം കൂടെ അങ്ങ് ശരിക്കും മേർജ് ചെയ്ത് പോണ്ട്. കുറച്ച് സ്പേസസ് ഒത്തിരി ഫില്ല് ചെയ്യുന്നില്ല, എന്നാലും കുറച്ച് സ്പേസസ് ഇപ്പോഴും വെക്കാൻ സാധനങ്ങൾ വെക്കാനുള്ള സംഭവങ്ങളുണ്ട്. അതിന് പയ്യെ പയ്യെ വെച്ചോണ്ടിരിക്കണം. ഇതേപോലെ ബെഡ്റൂംസ് ഒക്കെ എത്രയാ? 3 മൂന്നും ബാത്ത് അറ്റാച്ച്ഡ് ആണോ? ഓക്കെ. ബെഡ്റൂം കാണാമോ? കാണാൻ പറ്റുന്ന കോലത്തിലാണ് ഇപ്പൊ. ആണ്. അപ്പൊ നിങ്ങളുടെ ബെഡ്റൂം ഏതാ? മാസ്റ്റർ ബെഡ്റൂം ഏതാ? അപ്പൊ നമുക്ക് അങ്ങോട്ട് തന്നെ ആദ്യം കയറാം. ശ്രീനാഥും അശ്വതിയുടെയും ബെഡ്റൂം. അല്ല, ഞാൻ പൊതുവേ വൃത്തിയാക്കി വെക്കുന്ന എനിക്കിങ്ങനെ ആളാണ്. മെസ്സായിട്ട് കിടക്കുന്ന ഇഷ്ടമല്ല. പക്ഷെ ശ്രീനാഥ് വീട്ടിൽ കയറിയാൽ കുറെ ഉണ്ടായി. ഇന്ന് ഞാൻ കുറച്ച് ബാഗ്സ് എടുത്ത് മുകളിലോട്ട് കയറ്റി. എപ്പോഴും ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അത്യാവശ്യം എന്റെ സാധനങ്ങൾ ഇങ്ങനെ കൈ പെട്ടെന്ന് എന്റെ ഭർത്താവ് അങ്ങനെ എല്ലാം കൈത്ത് ഇങ്ങനെ ആക്സസിബിൾ ആയിരിക്കണം കാണണം. അല്ലെങ്കിൽ ഞാൻ ഇന്നലെ മറ്റേ പറഞ്ഞല്ലോ വണ്ടിയുടെ കീ ആണോ വേറെന്തോ സാധനമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു അതിന്റെ അടിയിലേക്ക് സാധനം പോകുന്നത്. എല്ലാം ഇങ്ങനെ വെക്കാം. ഞാനിത് പുറകെ നടന്നിട്ട് ഉള്ളിൽ വെക്കും. എന്റെ അടുത്ത് നീലേട്ടൻ എപ്പോഴും ചോദിക്കുന്നത്, നീ എന്നാ എന്നെ മോളെ അൽമാരിക്കകത്ത് വാർഡ്രോബിനകത്ത് കയറ്റി വെക്കാൻ പോണേ? എനിക്കത് ഈ നിരന്ന് കിടക്കുന്ന കാണുമ്പോ നമുക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ പറയും അത് ഉള്ളിലുണ്ട്, ഉള്ളിലെടുക്കാനുള്ള പേഷ്യൻസ് ഇവർക്കില്ല. അതാണ് പ്രശ്നം. വിനീലാണ് അത്. എന്നിട്ട് അതിനുവേണ്ടി തന്നെ ഇപ്പൊ ഒരു വാർഡ്രോബ് വെച്ചിരിക്കുക. അവിടെ ഫുൾ സാധനങ്ങളെല്ലാം. അയ്യോ, അങ്ങോട്ട് നോക്കാനേ വയ്യാത്തൊരു മെസ്സാണ് അവിടെ. കഴിയുമ്പോഴേക്കും മിക്കവാറും ഞാൻ പുള്ളിയുടെ റൂട്ട് സ്വീകരിക്കേണ്ടി വരും. അത് എന്നെ പോലെ പാവമാണ് അശ്വതിയെങ്കിലും നടക്കുള്ളൂ, അല്ലെങ്കിൽ കിട്ടും. എന്നെ പാവം നല്ല സ്മാർട്ട് ആണെങ്കിൽ കിട്ടും. നല്ല കളർ കോമ്പിനേഷനാ വാർഡ്രോബിന്റെ. ഇതും നിങ്ങൾ തന്നെ ചെയ്തായിരിക്കും അല്ലേ? ഇവിടെ ഫസ്റ്റ് ഉണ്ടായിരുന്നത് ഇത് ഓൾറെഡി ഫർണിഷ്ഡ് ആയിരുന്നു. കബോർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ബ്രൗൺ വൈറ്റ് അങ്ങനെ കോമ്പിനേഷൻ ആയിരുന്നു കിച്ചണും ഒക്കെ. നമ്മള് മൊത്തത്തില് ഇവിടെ ഒരു ടീൽ ബ്ലൂ വൈറ്റ് പിന്നെ ഒരു ഓഫ് വൈറ്റ് ആ ഒരു ഗ്രേ അങ്ങനത്തെ ഒരു കളർ പാലറ്റ്സ് ആണ്. അപ്പൊ അതാണ് ഇന്ന് ഈ സെയിം കളർ എനിക്ക് ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പിന്നെ ലൂസ് ഫിറ്റ് ടീഷർട്ടും എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ രാവിലെ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ രാവിലെയാണ് ആലോചിച്ചത് എന്തിടും എന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോ ഞാൻ ഓക്കെ രാവിലെ ഓൾറെഡി എത്തി. വൈറ്റ് കളർ ഇടായിരുന്നു. വൈറ്റ് ഇല്ല. എന്റെ അടുത്ത് നിൽക്കുവോ കുറച്ച്? ഞാൻ ഓറഞ്ച് ആണ്. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ എന്റെ അടുത്ത് മാറ്റാൻ പറഞ്ഞത് അത് കുറച്ച് ഡള്ളാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല എന്റെ ഇവിടുത്തെ തീമുമായിട്ട് ഇത് യോജിച്ചു. ഞാനും എന്റെ വീടും തമ്മിൽ ഓരോരോ സെറ്റ് ആയിട്ട് നിൽക്കുന്നല്ലേ. അതുകൊണ്ട് ഞാനത് മാറ്റുന്നില്ല. നൈസ് കളർ. അത് നല്ല കൂൾ കളർ. ഇത് അവരുടെ ബാത്റൂം. ഇത് അഗൈൻ ബാൽക്കണി. ഇങ്ങോട്ട് സൈഡിലെ ദൂരേക്കാണ് ഫ്ലാറ്റ്സ് ഒക്കെ. ഇവിടെ ഫുൾ വീടുകളാണ്. ഇവിടെ ഈ ബാൽക്കണിയിൽ ഫുൾ നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഈ ബാൽക്കണി ഒന്നും അങ്ങനെ തുറന്നിടാറില്ല? ഇവിടെ കൂടുതലും ഈ ബാൽക്കണിയിലാണ് ഡ്രസ്സൊക്കെ നനച്ച് ഇടുന്നത്. അപ്പൊ നമ്മള് ആ ബാൽക്കണിയിലൊക്കെ നെറ്റ് കെട്ടി. ഫുൾ നെറ്റ് ഇട്ടോ? അല്ല, അപ്പുറത്തും ഇപ്പുറത്തും. ഈ ബാൽക്കണിയിൽ മാത്രമേ നെറ്റ് ഇടാത്തുള്ളൂ. ഇതിലും അപ്പുറത്തും ഇട്ടിട്ടില്ല. ഈ സൈഡിൽ മെയിൻ ബാൽക്കണിയിലും ഇതിലും മാത്രമേ. ഇവിടെ അവിടെയും വരിലും കുറവാണ്. നമ്മള് ആളനക്കം കൂടുതലുള്ള കാരണം ഈ രണ്ട് ബാൽക്കണീസിലും വരുന്നുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല. പ്രാവ് വന്നിരിക്കുന്നതിൽ ഫുൾ ഇങ്ങനെ അപ്പിട്ട് വെക്കും. കാട്ടത്തിന്റെ വിഷയമാണ് ഭയങ്കരമായിട്ടും. കാട്ടിടാൻ വേണ്ടി നടക്കുന്ന ജീവിക്കുന്ന അവസ്ഥയിലാണ് പ്രാവ്. അതുകൊണ്ട് നമ്മള് അതിന് ഭക്ഷണം കൊടുത്താലും അത് സ്ഥിരം വരും. പക്ഷെ ആ ഇരിക്കുന്നതോടും പിന്നെ ഇങ്ങനെ മെസ്സാവും. അത് എസിയുടെ മറ്റേ ഇതൊക്കെ ഇല്ലേ, അതിലവര് അതാണ് അവരുടെ മെയിൻ ഒരു ഏരിയ നിറഞ്ഞ് അവരതങ്ങ് ഇതാക്കും. ഇവിടെ ഇതുപോലെ ഹുക്സ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ ഹാങ് ചെടിയൊക്കെ ഇടാം സാധനങ്ങള്. തുണി ഇടുന്നുണ്ടെങ്കിലേ ഉള്ളൂ അതിന് മറ്റേ ഇത് കിട്ടുമല്ലോ തുണി ഇടാനായിട്ട്. ഇങ്ങനെ ബ്ലൈൻഡ് പോലത്തെ ആ സാധനം അത് ചെയ്താ. അപ്പോൾ നല്ല കുറേ വീടുകൾ ഇവർക്ക് ഇവിടെ നിന്ന് കാണാം. നല്ല വില്ലാസാണ് ഈ ഒരു ഏരിയ അല്ലേ? ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് മനസ്സിലാവും. ഒരു പ്രത്യേകിച്ച് കൊച്ചിയിൽ ഒരുപാട് സ്ഥലമൊന്നും ബാക്കിയില്ല. ഉള്ള സ്ഥലം എല്ലാം ഒക്കിപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. നിങ്ങൾക്ക് വീടിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നില്ലേ? ഫ്ലാറ്റിലേക്ക് വന്നത് എന്തുകൊണ്ടായിരിക്കും?
ഇല്ല ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് ഇപ്പം ഇവക്കും ക്ലാസ്സും ഇന്റേൺഷിപ്പിന് ഇപ്പൊ പെട്ടെന്ന് ജോബിൽ കയറും. അപ്പം അതെല്ലാം നോക്കുമ്പോഴും പിന്നെ എന്റെ ഈ ട്രാവലും എല്ലാം പിന്നെ ഒരു മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എളുപ്പവും എല്ലാം. പിന്നെ എന്റെ വീട് 15 മിനിറ്റ്സ് അപ്പുറത്താണ്, എടപ്പള്ളിയിലാണ് വീട്. അപ്പം കൂടുതൽ ലൂസ് ഇല്ലാത്തപ്പോ ഞാൻ അവിടെ പോയിട്ട് നിൽക്കും. അപ്പൊ കൂടുതൽ അല്ലെങ്കിൽ ഇവിടെ ഒറ്റയ്ക്കാണ്. അപ്പം പിന്നെ കൂടുതൽ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ചെറിയ സ്പേസ് ആണ്. അതെ, എപ്പോഴും എളുപ്പം. അപ്പൊ ഇനിയിപ്പം വീടിന്റെ കേസ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുള്ള പരിപാടിയായിട്ട് നോക്കാം. ഇപ്പൊ തൽക്കാലം ഇതാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. ചിലർക്ക് ഫ്ലാറ്റിന്റെ ആ ഒരു ഇതിനോട് തന്നെയാ താല്പര്യം. ആക്ച്വലി ഫ്ലാറ്റില് നിക്കുന്നത് വീട്ടിൽ തന്നെയാണ്. അപ്പൊ തുടക്കം എപ്പോഴും ഫ്ലാറ്റ് ആണെന്നല്ലേ, നമ്മളൊക്കെ പഠിക്കും, നമ്മൾ എങ്ങനെ വീട് മാനേജ് ചെയ്യാൻ പഠിക്കും എന്നുള്ള കാര്യം നമുക്ക് ആക്സസിബിൾ ആണല്ലോ എല്ലാ കാര്യങ്ങളും. പിന്നെ കുറെ വർഷമായിട്ട് പാലക്കാട് വീടും ഇവിടെ ഫ്ലാറ്റ് ആയതുകൊണ്ട് യൂസ്ഡ് ആയി. എന്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ ആയിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പക്ഷെ അങ്ങനെ യൂസ്ഡ് ആയി അത് വലിയ. ഓക്കെ, നമുക്കിനി അടുത്ത റൂമിലേക്ക് പോകാം. ഫ്ലാറ്റിൽ നിന്ന് വീടുകളൊക്കെ എങ്ങനെ വെക്കണം എന്നൊക്കെ പഠിച്ച് നമുക്ക് പയ്യെ ഒരു വില്ലയിലേക്കോ വലിയൊരു ബംഗ്ലോയിലേക്ക് എന്നിട്ടങ്ങ് ഷിഫ്റ്റ് ചെയ്യാം. നമുക്കിനി അപ്പുറത്തെ റൂമിലേക്ക് പോവാം. ഇവിടെയും പാനൽസിൽ ഒഴിച്ചിട്ടിരിക്കുകയാണ് അവിടെ ഫോട്ടോ ഫ്രെയിംസ് വെക്കാനായിട്ട്. ഓക്കെ, ഇനി ഇത് ഗസ്റ്റ് റൂം. ഇതൊരു അപ്പുറത്താണ്. ഇവിടെ ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ല, ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു സ്പേസ് ഇപ്പം ഇത് പണ്ടത്തെ ഒരു കട്ടിലായിരുന്നു. നമ്മളത് റീപെയിന്റ് ചെയ്തെടുത്ത് അതിനെ വെച്ചിട്ടേ ഉള്ളൂ. ടേബിൾസ് എല്ലാം സ്റ്റിച്ച് ചെയ്യോ? അല്ല, ഞാൻ ഫാഷൻ ഡിസൈനിങ് ആണല്ലോ. ഓ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് പ്രാക്ടിക്കൽസിൽ എന്തെങ്കിലുമൊക്കെ വരുമ്പോ ചെയ്യാനായിട്ട്. ഓക്കെ, ഒരു ഫാഷൻ ഡിസൈനറിന്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിന്റെ ഒരു ഭംഗിയാണ് ഈ വീടിന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കുഞ്ഞു ബാൽക്കണി ഉണ്ട്. എല്ലാ ബാൽക്കണിയും അങ്ങോട്ട് ഇങ്ങോട്ട് തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല ഫ്ലോസ്, നല്ല ഇതുണ്ടാവും. പിന്നെ ഇപ്പൊ 11th ഫ്ലോർ ആണെങ്കിലും കുറച്ച് പെട്ടെന്ന് പൊടി കയറും. അതുണ്ടാവും, തുടച്ചോണ്ടേയിരിക്കണം. അത് ശരിയാണ്. കൊതുക് എങ്ങനെയുണ്ട് ഇവിടെ? കൊതുക് വലിയ പ്രശ്നമില്ല. കൊതുകിന് ഇത്രയും ഹൈറ്റിലേക്ക് പറക്കുന്ന അതൊക്കെ ലിഫ്റ്റ് പിടിച്ച് വരുമല്ലേ? ലിഫ്റ്റ് നമ്മള് കേറുമ്പോ കൊതുക് ഒന്ന് മാറി. ഒരുപാട് അങ്ങനെ തുറന്നിടാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇതുവരെ കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് ഈവനിംഗ് ഒക്കെ ഇവിടെ ബാൽക്കണി ശരിക്കും യൂട്ടിലൈസ് ചെയ്യാം. പൊതുശല്യമില്ല. ആക്ച്വലി ഇവിടെയും നമ്മൾ ഇറങ്ങാറില്ല, നമ്മൾ അവിടെ ഇരിക്കാറുള്ളൂ. ഇവിടെയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടി സ്പേസ് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 1 ഇയർ ടൈം നമുക്ക് ഇവർക്ക് കൊടുക്കാം. 1 ഇയറിൽ അശ്വതി വീടിനെ കുറച്ചും കൂടെ മനോഹരമായിട്ട് വെച്ച് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും വന്നിട്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് ആക്ച്വലി ടൈം കിട്ടുന്നില്ല, കിട്ടുന്ന ടൈമിലാണ് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, ഇത് ബാത്റൂം. ഓക്കെ, ബാത്റൂം. ഇനി ഒരു ഇവരുടെ ഗസ്റ്റ് റൂം ഉണ്ട്, അതും കൂടെ കാണാം. ഓക്കെ, ഇതാണ് ഗസ്റ്റ് റൂം. സെയിം കളറില്. ആ റൂമിലാണ് ഈ കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടില്ല. അവിടെ ഈ യൂട്ടിലിറ്റി റൂമിന്റെ ഒരു കോമ്പിനേഷൻ തന്നെ. ഈ രണ്ട് റൂംസ് ആ ഒരു കോമ്പിനേഷൻ. ഓ, ഈ റൂമിന്റെ ബാൽക്കണി ആയിരുന്നു പൂജ റൂമിന്റെ? അല്ല, അങ്ങനെ അത് ഡയറക്റ്റ് ഒരു അങ്ങനെയായിരുന്നു, ഇത് അറ്റാച്ച്ഡ് ആയിരുന്നില്ല. ഓക്കെ ഓക്കെ, നല്ലൊരു കോസി, നല്ലൊരു ഇത്, നല്ലൊരു ഫർണിഷിങ്സ് ആണെങ്കിലും ഇങ്ങനെ ഒത്തിരി നമ്മുടെ ക്ലൈമറ്റിനെ പറ്റുന്നതായിരിക്കണല്ലോ. അപ്പൊ എനിക്ക് കൂടുതൽ ഇഷ്ടം വല്ല കോട്ടൺ, ബ്ലോക്ക് പ്രിന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉള്ളതാണ് ഇഷ്ടം. മറ്റതാണെങ്കിൽ വാഷ് ചെയ്യാനും ഉണക്കാനും ഒക്കെ പാടാണ്. അതെ, നമ്മുടെ വെതറിനും പറ്റിയത് ഇത് തന്നെയല്ലേ. ഓക്കെ, നല്ലൊരു ഐഡിയ ഉള്ള ഒരാളാണ് കേട്ടോ. ഈ ഐഡിയ ലൈഫിൽ എത്രത്തോളം ആയെന്നൊക്കെ ചോദിക്കട്ടെ, അതിന് നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാലോ. അപ്പൊ നമ്മൾ ഇനി കിച്ചൺ കൂടെ കാണാനുണ്ട്. നമ്മുടെ ശ്രീനാഥ് കഴിക്കുന്ന ഭക്ഷണം, അശ്വതി വെച്ചുണ്ടാക്കുന്ന ഭക്ഷണം, അത് എന്തൊക്കെയാണ്, എവിടുന്നാണ്, ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് ഇനി കടക്കാം. ഇന്ന് ഭക്ഷണമൊന്നുമില്ല, ഇന്നൊന്നുമില്ലേ, പട്ടിണിക്കാണ് രണ്ടുപേരും. പാവം ഇന്നലെ ജോലി ചെയ്ത് സ്റ്റേഷൻ വേഗം എല്ലാം കഴിച്ചു. ഇനി കൂടുതൽ മെസ്സാക്കണ്ടല്ലോ. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് പുറത്തുനിന്ന് വാങ്ങണം. വീട്ടിൽ പോകും. അപ്പൊ പിന്നെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചു വരുന്നുണ്ട്. ഓക്കെ, സൺഡേ ആയതുകൊണ്ട് ശരിയാ, എല്ലാരും ഉണ്ടല്ലോ. ഓക്കെ, കിച്ചണിലും സെയിം കളർ, ഇതും എല്ലാം സൂപ്പർ. അശ്വതിക്ക് കുക്കിംഗ് എങ്ങനെയാ, നല്ല വശമായോ ഇപ്പൊ? കുഴപ്പമില്ല, അത്യാവശ്യം എല്ലാം ചെയ്യും. അപ്പൊ നിങ്ങൾ പൊതുവെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എന്താ, നോർമൽ സൗത്ത് ഇന്ത്യൻ തന്നെയാണോ അതോ ബ്രെഡ് തന്നെയാണോ? ദോശ, പുട്ട് ആണോ? ഫസ്റ്റ് വന്ന് ആ ഒരു സമയത്ത് പയ്യെ അമ്മ വിളിച്ചെല്ലാം പഠിക്കും. ഒരാശൊക്കെ ഉണ്ടായി കഴിയുമ്പോ പിന്നെ പഠിക്കും. പിന്നെ എല്ലാം നമുക്ക് ഇതിൽ കിട്ടുമല്ലോ, യൂട്യൂബില് ഫോൺ എടുത്ത്. നമുക്ക് ഈ ബ്രെഡ് അതൊന്നും കഴിച്ച് സർവൈവ് ചെയ്യാൻ പറ്റില്ല, നമ്മൾക്ക് മറ്റത് കഴിക്കാനുള്ള ക്രേവിങ്സ് വരും. പുട്ടും ദോശയൊക്കെ. അപ്പൊ അതിലേക്ക് തന്നെ പോകും. എന്താ ശ്രീനാഥിന് ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം എന്താ?
എനിക്കങ്ങനെ അങ്ങനെ ഭയങ്കര അങ്ങനത്തെ ഇഷ്ടങ്ങൾ ദോശ ഫാൻ ആണോ? ദോശയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ ഇന്ന തന്നെ വേണമെന്ന് അങ്ങനത്തെ മസ്റ്റ് ആയിട്ടുള്ള സംഭവമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം ഇപ്പോഴും 2 മാസമായിട്ടാണ് തീരെ ഡയറ്റ് ഒന്നും നോക്കാൻ പറ്റാത്തത്. കാരണം ഈ പല സ്ഥലത്ത് പോകുന്നോണ്ട് അത് ചെയ്യാൻ പോസിബിൾ അല്ലാത്തതുകൊണ്ട് നോക്കുന്നില്ല. അല്ലാത്ത പക്ഷെ ഞാൻ കൂടുതലും വീറ്റ് ആണ് പ്രിഫർ ചെയ്യാറുള്ളത്. വീറ്റ് ഫുഡോ അല്ലെങ്കിൽ ബ്രെഡ് ആണെന്നുണ്ടെങ്കിലും ഡയറ്റ് നോക്കി അങ്ങനെ ഒരു ഇതില്ല. ഓക്കെ, ഞാൻ ആൾക്കാരെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇതാ ഇവിടെയാണ് സംഭവം. ഇവര് കുക്ക് ചെയ്യണ ഇവരുടെ കുക്കിംഗ് ഏരിയ. ഇനി അവിടെ ഒരു ചെറിയ അങ്ങോട്ട് ഉണ്ടോ സ്പേസ് ഉണ്ടോ? വാഷിംഗ് മെഷീൻ, ഒരു യൂട്ടിലിറ്റി സ്പേസ് ആണ് അവിടെ. ഇവിടെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ. അപ്പൊ കണ്ടു കഴിഞ്ഞാലോ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. ഇവിടെ കിച്ചണില് കാര്യമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാത്ത ഒരേ ഒരു സാധനം ഓവനാ. അതെന്താ നിങ്ങൾ ഇത് യൂസ് ചെയ്യാത്ത? ഇതിൽ ചൂടാക്കാനോ പിടിക്കാനോ? ഒരു വട്ടം എന്തോ യൂസ് ചെയ്തിട്ടുള്ളൂ. അതെന്താ? എന്നാ പിന്നെ ഞങ്ങൾ കൊണ്ടുപോകട്ടെ. ഇവിടെ വേണ്ടാത്ത സാധനം ഞാൻ എത്ര സ്ഥലം കാലിയാക്കി തരാം. നമ്മളത് ഭയങ്കര യൂസ് ആയിരിക്കും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ചൂടാക്കാറില്ലേ അപ്പൊ ഭക്ഷണം? ഇതിലല്ലേ എല്ലാം ചൂടാക്കി കഴിക്കലും പൊതുവേ ഇല്ല. എന്റെ വീട്ടിൽ ഒട്ടും ഇല്ല. ഇവിടെ ആണെങ്കിലും നമുക്ക് രണ്ടുപേർക്കും വലിയ താല്പര്യമില്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാക്കി കഴിക്കണ പരിപാടി. അപ്പൊ ഫ്രഷ് ഉണ്ടാക്കുക, അപ്പൊ കഴിക്കുക. പിന്നെ ആകെ 2 പേർക്കല്ലേ ഉള്ളൂ. ഭയങ്കര കുറെ ഐറ്റം വേണ്ട. അങ്ങനത്തെ കുറെ കാര്യങ്ങളുള്ളതുകൊണ്ട്. ശ്രീനാഥൻ ഒരു കാര്യം അറിയോ? ഈ ഇലക്ട്രോണിക് സാധനങ്ങൾ നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് നശിച്ചു പോകും. എന്റെ വീട്ടിലുണ്ട്, നിങ്ങളുടെ വീട്ടിലില്ലല്ലോ. നമുക്ക് എടുത്തോണ്ട് പോയാലോ? എന്തായാലും ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴും ഒന്നും കൊണ്ടുവന്നില്ല. ഇവിടുന്ന് പോകുമ്പോ ഞങ്ങൾ എന്തെങ്കിലും എടുത്തോണ്ട് പോവായിരുന്നു. അല്ലെങ്കിൽ വെറുതെ വെച്ചിരുന്ന് തുരുമ്പടിപ്പിക്കണ്ടല്ലോ. അപ്പൊ നമ്മൾ വീടൊക്കെ കണ്ട് വന്ന് സെറ്റിൽ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇനി വന്ന് ഇരിക്കുമ്പോ തന്നെ ഒരു പാട്ട് പാടാനൊക്കെ ശ്രീനാഥിന് തോന്നുന്നുണ്ടാവില്ലേ? പാടാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പാട്ടുകാരനായതുകൊണ്ട് അതില് എപ്പോഴും പാട്ട് പാടിക്കൊണ്ടേ ഇരിക്കോ? എപ്പോഴും പാട്ട് പാടാറില്ല. പക്ഷെ വീട്ടിൽ നടക്കുമ്പോഴും കുളിക്കുമ്പോഴും ചെയ്യുമ്പോഴും ഒക്കെ അങ്ങനെ മൂളുന്ന ഒരു പാട്ട് അങ്ങനെ ഫുൾ പാടാറില്ല. അങ്ങനെ പാടാറൊന്നുമില്ല. പക്ഷെ മ്യൂസിക് നമുക്ക് എപ്പോഴും കൂടിയുള്ള ഒരു സംഭവമല്ലേ. പിന്നെ സ്വാഭാവികമായിട്ടും അത് ഏതെങ്കിലും ഒക്കെ എപ്പോഴും ഇങ്ങനെ വന്നോണ്ടേയിരിക്കും. അപ്പൊ അന്ന് അങ്ങനെ പെട്ടെന്ന് പാടിക്കുക. നമ്മൾ കുറെ നേരം പാട്ട് കേട്ടിട്ട് പാടാൻ പറഞ്ഞാൽ എപ്പോഴും തമിഴ് പാട്ട് മാത്രമേ വരുള്ളൂ. എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്നൊരു പാട്ട് പാടിയുള്ളൂ. കൂടുതലും പാടുന്നത് എപ്പോഴും തമിഴ് തന്നെയാണോ? ഇല്ല, മലയാളവും തമിഴായിരിക്കും ഏറ്റവും കൂടുതൽ. ഇനി നമുക്ക് വിജയനെ പോയി തെലുങ്കിലും മറാഠിയിലും കന്നഡയിലും ബാക്കി എല്ലാ ലാംഗ്വേജിലും അഭിനയിപ്പിച്ചു കഴിഞ്ഞാൽ വിജയുടെ കൂടെ ശ്രീനാഥും പോകുന്നതാണ്. അഭിനയം നിർത്താന്നല്ലേ പറയുന്നത്? അതെ. അപ്പൊ എന്ത് ചെയ്യും ശ്രീനാഥ്? ഇത്രയും നാൾ ഉണ്ടാക്കി വെച്ച വിജയുടെ കുറെ പാട്ടുകൾ തന്നെ പാടിക്കൊണ്ടിരിക്കുന്നതാണ്. ഓൾറെഡി ഓരോ ആളുകളുടെയും പേഴ്സണൽ വിഷയല്ലേ, അവർക്ക് എന്താണ്. അല്ല, സ്റ്റിൽ ഇപ്പോഴും ആ വിജയിനോടുള്ള ആ ഒരു ഫാൻ, ആ ഒരു ആരാധന സ്റ്റിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് ആക്ച്വലി നമുക്ക് കുറെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. പക്ഷെ എനിക്ക് തമിഴില് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. എനിക്കും അതെ. ഞാൻ വിജയുടെ കേരളത്തിൽ വന്നിട്ടുള്ള ഒരു ക്രേസ് കണ്ടില്ലേ ആളുകളുടെ. അത് നമുക്ക് മാത്രല്ല ഒരുപാട് പേർക്ക് അതിഭീകരമായിട്ടുള്ള. ബ്രദറും അതെ ഭയങ്കര വിജയ് ഫാൻ. അപ്പൊ ഇവര് രണ്ടുപേരും അവൻ കണ്ടത് തന്നെ ഒരു 100 വട്ടമൊക്കെ ഇരുന്ന സിനിമ ആണ്. അങ്ങനെയാണ് അവന്. അശ്വതിക്ക് കൂടുതൽ ഇഷ്ടമുള്ള ആക്ടർ ആരാ? എനിക്ക് അങ്ങനെ ഭയങ്കര ഫേവററ്റ് എന്ന് പറയാനായിട്ട് എനിക്ക് അത്യാവശ്യം ഒരുപാട് ആക്ടേഴ്സിനെ ഇഷ്ടമാണ്. നല്ല നല്ല മൂവീസിൽ ഒരുപാട് പെർഫോമൻസ് ഇഷ്ടമുള്ളവരുണ്ട്. ഒരാളുടെ ഭയങ്കര ഫേവററ്റ് അങ്ങനെ ഇല്ല. എല്ലാവരുടെയും എനിക്ക് ബേസിക്കലി ആക്ഷൻ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ആ സമയം തൊട്ടിട്ട് തന്നെ എന്തോ ഒരു ചാമുണ്ട് എനിക്കൊക്കെ. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. വിജയുടെ ആ ഒരു സ്റ്റൈലും ആ ഒരു ഡാൻസും ആ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. ഒരു സൂപ്പർ സ്റ്റാർ മെറ്റീരിയൽ ആണ്. ആ ഒരു സംഭവമാണ് ഏറ്റവും കൂടുതൽ. അതിലിപ്പം
ഇപ്പൊ കുറെ പേര് പല രീതിയിലും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്തിട്ടും പുള്ളിയുടെ ഒരു സ്റ്റാർഡം ആ ലെവലിൽ നിൽക്കുന്നത്, അത് ഇപ്പൊ സൂപ്പർ സ്റ്റാർ ആവണമെങ്കിൽ ഒരു ചാം വേണമെന്നാണ്. നമുക്ക് എല്ലാവർക്കും കയറി സൂപ്പർ സ്റ്റാർ ആവാൻ പറ്റില്ല. അത് നല്ല ഏറ്റവും ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള ഒരു ആക്ടർക്ക് ഒരു പക്ഷേ സൂപ്പർ സ്റ്റാർ ആയിക്കോളാൻ നിർബന്ധമൊന്നുമില്ല. അത് ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തോ ഒരു മാജിക് ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് സൂപ്പർ സ്റ്റാർ ആയിട്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഇൻഡസ്ട്രിയിലും നിന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇന്നലെ ട്രിവാൻഡ്രത്ത് പ്രോഗ്രാം ആയിരുന്നു എന്ന് പറഞ്ഞു. ഇന്നലെ പോയ ഷോ ആണെങ്കിലും ഇപ്പൊ കൂടുതലായിട്ട് ഷോസ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഇപ്പോഴും ആ ഒരു വിജയ്, ആ ഒരു സംഭവം എല്ലാവർക്കും തന്നെ അറിയാം. ആ വിജയുടെ പാട്ടുകൾ ശ്രീനാഥ് പാടുമ്പോൾ ഉണ്ടാവുന്ന ഒരു അഴകും ആ ഒരു പ്രസൻസും അതൊക്കെ അത് പ്രസന്റ് ചെയ്യുന്ന രീതി ആയിക്കോട്ടെ, അതിലെല്ലാം ഒരു ആളുകള് ബേസിക്കലി ഇപ്പൊ ഷോയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം കൂടുതലും ജനങ്ങൾക്ക് എന്റർടൈൻമെന്റ് കാണുക എന്നുള്ള സംഭവമാണ്. കേൾക്കുക എന്നുള്ളതിലുപരി ഒരു പൊട്ടിക്ക് കാണുക എന്നുള്ള സാധനം കയറി നിൽക്കുന്നതാണ് മിക്ക സ്റ്റേജുകളിലും ഇപ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു സെമി ക്ലാസിക്കൽ ഒരു മെലഡിയോ ഇപ്പം നമ്മൾ തന്നെ പാടിക്കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി അങ്ങനെ ചെയ്യാറില്ല. അത് അപ്പം തന്നെ ഒരു ഫാസ്റ്റ് അതിന്റെ കൂടെ പാടും. അപ്പം ആളുകൾക്ക് രണ്ട് രീതിയിലും സാറ്റിസ്ഫൈഡ് ആണ്. ഇത് ഈ ഇപ്പം മെലഡിയോ അല്ലെങ്കിൽ സെമി ക്ലാസിക്കലോ സഹിക്കാൻ പറ്റാത്ത ആളുകളും ഉണ്ട്, പ്രത്യേകിച്ച് ഓഡിയൻസിൽ. എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു രണ്ട് തരത്തിലുള്ള ഓരോരുത്തരുടെ ടേസ്റ്റ് ആണല്ലോ. അപ്പൊ അടിപൊളി മാത്രം പ്രതീക്ഷിച്ച് ഡാൻസ് ചെയ്യണം എന്നുള്ള രീതിയിൽ മാത്രം വന്ന് നിൽക്കുന്ന ആളുകളും, അപ്പൊ അവര് ഇത് ഒരുവിധം ഓക്കെ എന്ന് പറഞ്ഞ് വിടുന്നതിന്റെ റീസൺ ഇപ്പുറത്തെ അടുത്ത പാട്ട് ഇങ്ങനത്തെ വരും എന്നുള്ളതിന്റെ പുറത്താണ്. ബാലൻസ്ഡ് ആണ് എപ്പോഴും, ബാലൻസ്ഡ് ആവുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഞാൻ കൂടുതലും അതിലേക്കാണ് ശ്രദ്ധിക്കാറുള്ളത്, ബാലൻസ്ഡ് ആയിട്ട് പോകാൻ പറ്റുക. അപ്പൊ ഇപ്പോഴും വിജയുടെ അത് ചെയ്യുമ്പോഴൊക്കെ ആ സെയിം തരത്തിൽ തന്നെയാണ് ഇപ്പം വേഷമൊക്കെ ഇട്ട സെയിം അങ്ങനെ തന്നെ? ഇല്ല, ഞാൻ നോർമലി എനിക്ക് കംഫർട്ട് സാധാരണ ഷർട്ടും ജീൻസോ അല്ലെങ്കിൽ കൂടുതലും ഷർട്ടും ജീൻസും ആണ് എനിക്ക് കംഫർട്ട്. ഇപ്പൊ അങ്ങനെയാണ്. പണ്ട് അങ്ങനെയായിരുന്നു, കുറച്ച് വിജയ് സ്റ്റൈലൊക്കെ തന്നെയല്ലായിരുന്നു ഡ്രസ്സൊക്കെ. അതായത് കോമ്പറ്റീഷനിൽ നിൽക്കുന്ന സമയത്ത് അവര് സ്വാഭാവികമായിട്ടും നമ്മൾ പെർഫോമൻസ് ഓറിയന്റഡ് റൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതില് കോസ്റ്റ്യൂം, അതില് കുറെ പരിപാടികള്. അപ്പം പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് കഴിയുന്തോറും പരമാവധി ഈ ഒരുപാട് അകത്തുള്ള സാധനങ്ങൾ കുറയ്ക്കാനാണ് നോക്കിയത് വന്നത്. ഈ ഒന്ന് സ്റ്റേജ് ഷോയിൽ ചൂടെടുത്ത് ചാവും, അതവിടെ ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു വഴിയോ. അതിനിടയ്ക്ക് ഒരു 4-5 ഡ്രസ്സ് മാറ്റുന്ന പരിപാടിക്കൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതിന് തന്നെ എനിക്ക് ഭയങ്കര എഫേർട്ടാണ് അതിനൊക്കെ. അപ്പൊ ഞാൻ കൂടുതലും മാക്സിമം ഒരു 2 ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യും. അത് തന്നെ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ഷർട്ട് മാറ്റുക എന്നുള്ള പരിപാടിക്ക് മാത്രമേ നിൽക്കാറുള്ളൂ. പിന്നെ ആളുകളും അങ്ങനെയാണ്. ആളുകൾ ഈ പറഞ്ഞ സാധനം, ഈ പെർഫോമൻസ് അവർക്ക് കിട്ടിയാൽ മതി എന്നുള്ളതാണ്, അല്ലാതെ വേറെ ഒന്നും. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ പെർഫോം ചെയ്യും, ഡാൻസ് ആണെങ്കിലും അതിന്റെ കൂടെ. ഡാൻസും ചെയ്യാറുണ്ട് വിജയ്? അല്ല, അത് വിജയ് പറഞ്ഞു വിജയ്. അതിന്റെ പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇവിടെ കേരളത്തിൽ എനിക്ക് തമിഴ്നാട്ടിലെ കാര്യം അറിയില്ല, ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലറായി നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ പാട്ടുകളാണ്. അതർ ലാംഗ്വേജിൽ ഇപ്പൊ തമിഴ് എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ ആളുകൾ പ്രത്യേകിച്ച് ഷോസില് വർക്ക്ഔട്ട് ആവുന്നതും കുട്ടികളാണെങ്കിലും ആസ്വദിക്കുന്നത് നമുക്കറിയാം ഇവരിതാണ് വെയിറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ആ ടെമ്പോയിലുള്ള സാധനങ്ങളാണ്, അത് എപ്പോ കേട്ടാലും ഓക്കെ ആണ് എന്നുള്ള കാര്യം. പിന്നെ അത് എപ്പോഴും വർക്കാണ്. അപ്പൊ അങ്ങനെ ഡാൻസും ചെയ്തോണ്ടാണോ ശ്രീനാഥ് ഇപ്പോഴും? അതിന് വേണ്ട സാധനങ്ങൾ ഫുള്ളായിട്ട് ഡാൻസ് ചെയ്യാൻ നമുക്ക് പറ്റൂല. ആ പാടുന്നതിന് നമുക്ക് പാട്ടിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത തരത്തിലുള്ള ഒരു മൂവ്മെന്റും കാര്യങ്ങളും. ഓക്കെ, ഇനി നമുക്ക് ഒരു ചെറിയൊരു ഗെയിമിലേക്ക് പോവാം. ഓക്കെ, ഞങ്ങളിത് രണ്ട് നല്ല കളർഫുൾ, നിങ്ങളുടെ വീടിന്റെ കളറിൽ ഗ്രീൻ, ഇവിടെ ആകെ ചെടിയിലുള്ളൂ, ബാക്കി ഒന്നും കുറച്ചുകൂടെ ലൈറ്റ് ഗ്രീൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ മാച്ച് ആയനെ. എന്തായാലും ഏകദേശം ഇതേ കിട്ടുകയുള്ളൂ മാർക്കറ്റിൽ പോയപ്പോൾ. അപ്പൊ അതായിട്ട് ഞാനിപ്പോ ഒരു 1-2 ചോദ്യം ചോദിക്കും. അപ്പൊ ആ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾക്ക് എസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിസിലടിക്കണം. ആൻസർ നോ ആണെന്നുണ്ടെങ്കിൽ വിസിലടിക്കുകയേ വേണ്ട. ഓക്കെ, ചോദ്യത്തിന് ആൻസർ യെസ് ആണെങ്കിൽ വിസിൽ ചെയ്യാം, അത്രേ ഉള്ളൂ, വിസിൽ ചെയ്യണ്ട. എന്നിട്ട് അത് പതിയെ ഞാൻ ബാക്കി കാര്യങ്ങൾ അപ്പൊ പറയാം, അല്ലെ നിങ്ങൾ ഇപ്പോഴേ അതിന് റെഡി ആയിട്ട് നിൽക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചോദ്യം. അപ്പൊ നമ്മൾ യെസ് ഓർ നോ സെഗ്മെന്റിലേക്ക് പോവാ. ചില സമയത്തൊക്കെ ശ്രീനാഥ് വല്ലാത്ത ഒരു മടിയനാണ്. യെസ് ആണെങ്കിൽ വിസിൽ അടിച്ചോളാം, നോ ആണെങ്കിൽ വിസിൽ അടിക്കണ്ട. അപ്പം അല്ല, നോട്ട് എ മടിയൻ. ഞാൻ മടിയനല്ല. അപ്പൊ നോ, അപ്പൊ വിസിലടിക്കണ്ട. ഓക്കെ, ഇനി അടുത്തത്. നിങ്ങൾ അപ്പൊ എപ്പോഴും ഭയങ്കര ഇങ്ങനെ ഉഷാറായിട്ട് എപ്പോഴും മടിയൊന്നും അങ്ങനെയില്ല, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് എല്ലാ കാര്യത്തിലും. ഹാർഡ് വർക്കിംഗ് ആണ്, പക്ഷെ ഇങ്ങനെ ചാടി നടക്കുന്ന പരിപാടിയില്ല. എനിക്കൊരു ബേസിക്കലി ഒരു അലസതയുണ്ട് എന്റെ ബോഡിയില്. അതോടുകൂടി അതുണ്ടാവും, പക്ഷെ കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കും. പക്ഷെ സിസ്റ്റമാറ്റിക് ആണ് ഭയങ്കര. അങ്ങനെ നോക്കുമ്പോ ചിലപ്പോ ഞാനായിരിക്കും കുറച്ച് മടിയുള്ളത്. എനിക്ക് സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ ഭയങ്കര കറക്റ്റ് കണിഷ അങ്ങനെയല്ല.
പക്ഷെ അത് കുറച്ചെങ്കിലും ഒരു 90% മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, ശരി. അടുത്തത്, നിങ്ങൾ രണ്ടുപേരിൽ അല്പം കൂടുതൽ പോസസീവ് അശ്വതിയാണ്. പൊസസീവ്നെസ് ബേസിക്കലി ഇതുവരെ വന്നിട്ടില്ല. രണ്ടുപേർക്കും വന്നിട്ടില്ല. ഇപ്പം ഏത് റിലേഷൻഷിപ്പിലും ചെറുതായിട്ട് നമുക്ക് അത് ഒരു നോർമൽ ഫെയർ ആയിട്ടുള്ള ഒരു, അല്ലാതെ ഓവർ ആയിട്ടുള്ള പൊസസീവ്നെസ് രണ്ടുപേർക്കും ഇല്ല. ഇവരെ കൊണ്ടൊന്ന് വിസിലടിപ്പിക്കണമെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് വരട്ടെ. ശ്രീനാഥ് എന്ത് പറഞ്ഞാലും എതിര് പറയാത്ത സ്വഭാവമാണ് അശ്വതിയുടേത്. എങ്ങനെ? ശ്രീനാഥ് എന്ത് പറഞ്ഞാലും അതിന് ഓപ്പോസിറ്റ് പറയാത്ത ഒരു ക്യാരക്ടറാണ് അശ്വതിയുടേത്. നോ അല്ലേ? അപ്പൊ വിസിലടിക്കണം എന്നല്ലേ? ആണെങ്കിൽ വിസിലടിക്കണം. എതിരെ പറയുന്ന അതായത് ശ്രീനാഥ് എന്ത് പറഞ്ഞാലും ഇത് മനസ്സിലാക്കാൻ ഇത്ര ഇഷ്ടമുള്ള ചോദ്യമാണ്. ശ്രീനാഥ് എന്ത് പറഞ്ഞാലും അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് പറയുന്ന ഒരു എഗെയിൻസ്റ്റ് പറയുന്ന ഒരു ക്യാരക്ടറാണ് അശ്വതിയുടേത്. എന്ത് പറഞ്ഞാലും എഗെയിൻസ്റ്റ് പറയാറില്ല, ചില കാര്യങ്ങൾ. അപ്പൊ ഒന്ന് വേണ്ട ഒരു ചെറിയ വിസിലടിക്കാം. അര വിസിലടിക്കാം. എന്തൊക്കെ കാര്യത്തിലാണ് അങ്ങനെ നിങ്ങൾ തമ്മിൽ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എപ്പോഴും വരാറുള്ളത്? ചിലപ്പോ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. ഒന്ന് അടുക്കിപ്പറക്കിടുന്ന കാര്യത്തിൽ ഞാൻ കണ്ടുപിടിച്ചതാ അല്ലേ? പക്ഷെ ഇങ്ങനെ എനിക്ക് അങ്ങനെ ഒച്ചയെടുത്ത് നടക്കുക അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും ദേഷ്യപ്പെട്ട് അങ്ങനത്തെ സിറ്റുവേഷൻ വരാറില്ല. ഞാനത് പിന്നെ എനിക്ക് വൃത്തിയാക്കുന്ന എനിക്ക് കുഴപ്പമില്ല, ഇഷ്ടമാണ്. അപ്പൊ ഞാനത് വലിയൊരു പ്രോബ്ലം ആയിട്ട് എടുക്കാറുമില്ല. ഓക്കെ. പിന്നെ എന്ത് കാര്യത്തിലായിരിക്കും എപ്പോഴും ഡിഫറൻസ് കാണുന്നത്? അല്ല, ഭീകരമായിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും വന്നിട്ടില്ല. ഇങ്ങനെ മസ്റ്റായിട്ട് ഓപ്പോസിറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, കോമൺ ആയിട്ട് അങ്ങനെ സ്ഥിരമായിട്ട് ഇതാക്കുന്ന ഒരു കാര്യമില്ല. ഇപ്പൊ എന്തെങ്കിലും നമ്മൾ അപ്പം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വരികയാണെങ്കിൽ അത് അപ്പം തന്നെ വേണമെങ്കിൽ സിനിമ കാണുന്നില്ലായിരിക്കും ചിലപ്പോ. ടി വി ആണോ? അത് മിക്ക സിനിമകൾ എനിക്ക് ഞാൻ എല്ലാ സിനിമയും കാണും. എന്നാൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഇങ്ങനെ കുറച്ചൊരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ അങ്ങനത്തെ മൂവീസ്. ശ്രീനാഥിന് ഇഷ്ടം ആക്ഷൻ മൂവീസ് ആണ്. ആക്ഷനും ത്രില്ലേഴ്സും ഒക്കെയാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ അതും കാണും, പക്ഷെ അത് മാത്രല്ല ഞാൻ കാണുന്നത്. ഞാൻ വയലൻസ് വളരെയധികം കാണുന്നു എന്ന് ഒരു അഭിപ്രായമുണ്ട് കൂടുതലായിട്ട്. അത് പക്ഷെ എന്റെ വീട്ടിലൊക്കെ ഉള്ളതാണ്. അങ്ങനത്തെ സിനിമകളോട് താല്പര്യം കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് ലൈഫിൽ. അതുകൊണ്ട് വയലൻസ് ഉള്ള മൂവി കൂടുതൽ കാണുന്നത് കൊണ്ട് ആള് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ആയിരിക്കും അല്ലേ? ഇല്ല, വയലൻസ് നിങ്ങളും കൂടുതൽ വയലന്റ് ആവാറുണ്ടോ? അല്ല, വയലന്റ് ആവേണ്ട സിറ്റുവേഷനിൽ ഞാൻ വയലന്റ് ആവും. അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അടക്കി വെച്ച് കഷ്ടപ്പെടുന്നില്ല. പക്ഷെ അത് എന്നെ അത്രയും പ്രകോപിതരാക്കണം, അല്ല വെറുതെ ഇങ്ങനെ വെറുതെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് തീരെ തള്ളിക്കളയേണ്ടതായിട്ടുള്ള ഒരു കാര്യത്തിൽ എന്റെ ഒരു അഭിപ്രായം കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അഭിപ്രായം പറയാറില്ല. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, വീടിന്റെ കാര്യത്തിൽ കൂടുതൽ ഐഡിയാസ് വന്നിട്ടുള്ളത് ശ്രീനാഥിന്റെ ഭാഗത്ത് നിന്നാണ്. നോ അല്ലേ? ഫുൾ നമ്മളത് അറിഞ്ഞു കഴിഞ്ഞു അശ്വതിയുടെ ഭാഗത്തുനിന്ന്. അടുത്തത്, വിവാഹശേഷവും അശ്വതി പഠനം തുടരണമെന്ന് കൂടുതൽ നിർബന്ധം ശ്രീനാഥിനായിരുന്നു. അത് പണ്ട്. അപ്പൊ യെസ് അടിക്കൂ. പോരാ, ഇത് എന്തത് രാവിലത്തെ ദോശ കേട്ടില്ല. ഞാൻ പെട്ടെന്ന് വിസിലിന്റെ ഇത് ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് വിസിലടിച്ച് വിസിലടിച്ച് പോര മോളെ. ഒരുമാതിരി കണ്ടക്ടറായി പോയി ഞാൻ, മറ്റേ ആദ്യം അടിച്ചേ. അതെ, ബസ് പോട്ടെ സ്റ്റൈലായി. ഓക്കെ, അപ്പം ഇനി ഓക്കെ. അപ്പൊ അശ്വതി ഇപ്പം വീണ്ടും ഫാഷൻ ഡിസൈനിങ് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ UG കഴിഞ്ഞ് PG ഇപ്പം ഫൈനൽ ഇയർ കഴിയാറായി. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് പ്ലാൻ എന്താ? ഇപ്പൊ ഞാൻ ഓൾറെഡി പഠിച്ചോണ്ടിരിക്കുമ്പോഴേ ഇങ്ങനെ ഇന്റേണൊക്കെ പോയി അവിടെ ഞാൻ ഇപ്പോഴും വർക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ക്ലാസ്സിന്റെ ഒപ്പം തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് പിന്നെ ഫർദർ എന്തെങ്കിലും. അപ്പം അശ്വതി ലൈഫിൽ വന്നതിന് ശേഷം ശ്രീനാഥിന്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും സ്റ്റൈലും ഇതൊക്കെ അശ്വതിയുടേതായിട്ടുള്ള ഒരു ഇതാണോ? അവള് പറയാറുണ്ട്. അത് ഇതുവരെ അങ്ങനെ പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് എന്നുള്ള പൊസിഷനിലേക്ക് ആയിട്ടില്ല. പക്ഷെ ഇപ്പൊ കൂടുതലും എന്റെ കൂടുതൽ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അവൾ തന്നെയാണ് എടുക്കാറുള്ളൂ. അതൊക്കെ പിന്നെ അങ്ങനെ ഭയങ്കര എക്സ്പെരിമെന്റൽ എനിക്കിഷ്ടമാണ്. അങ്ങനെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യാറുണ്ട്. പക്ഷെ ആള് പൊതുവെ അങ്ങനെ അതിഭീകരമായിട്ടുള്ള ഒരു പരിപാടിക്ക് എനിക്ക് വലിയ താല്പര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോ എനിക്ക് തന്നെ പേഴ്സണലി ഞാൻ നമ്മള് കോമാളിത്തര ഒരു അവസ്ഥയിലേക്ക് മാറുന്നു തോന്നിപ്പോകും. പക്ഷെ അങ്ങനെ ഒരു പിന്നെ എനിക്കത് എന്തൊരു കംഫർട്ട് അല്ല. കുറെ അങ്ങനത്തെ കൈൻഡ് ഓഫ് കുറെ ഡ്രസ്സുകളും പരിപാടി അല്ലെങ്കിൽ അത് ഡിമാൻഡ് ചെയ്യണം. അപ്പൊ ആ ഒരു സ്ഥലത്ത് അത് മസ്റ്റാണ് എന്ന അവസ്ഥയിൽ നമുക്ക് അതിനോട് വേറെ എതിർപ്പൊന്നുമില്ല. പിന്നെ കൂടുതലും കംഫർട്ട് ആണ് പ്രിഫർ ചെയ്യണത്. പിന്നെ നമ്മൾ അതിനനുസരിച്ച്. ഓക്കെ, ശരി. വിവാഹശേഷം പ്രൊഫഷണൽ ലൈഫിനേക്കാൾ പേഴ്സണൽ ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ മനഃപൂർവ്വമായ ഒരു തീരുമാനം ശ്രീനാഥ് എടുത്തിരുന്നു.
ആണോ? വിവാഹശേഷം പ്രൊഫഷണൽ ലൈഫിനെക്കാട്ടിലും പേഴ്സണൽ ലൈഫിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. എനിക്ക് പണ്ടും പേഴ്സണൽ ലൈഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കാരണം പേഴ്സണൽ ലൈഫ് വൃത്തിയാക്കാനാണ് നമ്മൾ പ്രൊഫഷണലി കഷ്ടപ്പെടുന്നത്. അപ്പം അത് മര്യാദക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സന്തോഷവും സമാധാനവും നല്ലൊരു പോയിന്റ് നമുക്ക് പ്രൊഫഷണലി ആർക്ക് വേണ്ടി നമുക്ക് വേണ്ടിയിട്ടല്ലല്ലോ. പേഴ്സണലി മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിട്ട് എന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നത്. നമുക്ക് കിട്ടുമായിരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട പണി ചെയ്യുമ്പോൾ. പക്ഷെ അതല്ലാതെ ഇപ്പൊ എനിക്ക് എന്റെ ഫാമിലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഇപ്പം അവളുടെ ഫാമിലി ആണെങ്കിലും എന്റെ ഫാമിലി ആണെങ്കിലും നമ്മൾ ഒന്നായിട്ട് കാണുന്ന എനിക്ക് അവിടെ ഇരിക്കാനും അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. അപ്പൊ സ്വാഭാവികമായിട്ടും അത് പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് മറ്റൊന്നും ചെയ്യാൻ പോലും പറ്റില്ല. പ്രൊഫഷണലി എന്ത് ഭയങ്കര സംഭവം ഉണ്ടായെങ്കിലും അതിലൊരു ഈ പറഞ്ഞൊരു സാറ്റിസ്ഫാക്ഷൻ സന്തോഷം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതാണ് ഇമ്പോർട്ടന്റ്. ശരി, അപ്പൊ പിന്നെ വിസിലടിച്ചോ. പേഴ്സണൽ ലൈഫ് തന്നെയാണ് സ്ട്രോങ്. കറക്റ്റ്. പൊതുവെ നല്ല ഹ്യൂമൻ സെൻസ് കൂടുതലുള്ള ആളാണ് ശ്രീനാഥ്. പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അശ്വതിനെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച ഒരു സംഭവം എന്താ? കൗണ്ടർ പറയോ എപ്പോഴും ശ്രീനാഥ്? എന്റെ സോണില് ആണോ കൗണ്ടർ പറയോ? സോൺ ഒരു വിഷയമാണ്. അത് ഒബ്വിയസ്ലി എന്നാലല്ലേ നമുക്ക് കൂടുതൽ ഓപ്പൺ ആവുന്നില്ല. ഞാൻ പൊതുവെ എല്ലാം ഓപ്പൺ ആയിട്ട് പറയാറില്ല. പക്ഷെ നമ്മുടെ എന്തുവായാലും ഒന്നും പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അങ്ങനത്തെ അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും നല്ലൊരു ഇത് അങ്ങനെ ഉണ്ടോ? ഒരു മൊമെന്റ് എന്തെങ്കിലും? അത് പെട്ടെന്ന് ആലോചിക്കും നമ്മൾ അത് പറഞ്ഞാലും ചിലപ്പോ ഇതാവില്ല. കോമഡി കൗണ്ടേഴ്സ്. ഇപ്പൊ നമ്മള് ഫാമിലിയില് ഭയങ്കര തമാശയായിട്ട് പറയുന്ന ഒരു സാധനം ചിലപ്പം പുറത്തത്ര കോമഡി എന്താന്നുള്ളത് അത് ആ സ്പോട്ടിൽ പറയുമ്പോൾ അത് കോമഡി ആണ്. രണ്ടാമത് ഒന്നും കൂടെ അത് റിപ്പീറ്റ് ഇല്ല, അതിന്റെ ജീവൻ പോയി, അതിനൊരു രസമില്ലല്ലോ. അതാണ്. ഓക്കെ, അടുത്തത് ശ്രീനാഥിന്റെ സ്വഭാവത്തിൽ നിന്ന് മാറ്റണമെന്ന് അശ്വതി പറയുന്ന ഒരു കാര്യം ഇനിയും മാറ്റാൻ ശ്രീനാഥ് ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. 1.5 കൊല്ലമായിട്ട് അശ്വതി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഉണ്ടോ? എന്നാലും ഭീകരം വേണ്ട, നമുക്ക് ലൈറ്റ് ആയിട്ടാണെങ്കിലും ഉണ്ടെങ്കിൽ യെസ് അടിക്കാം. ഇല്ല, അങ്ങനെ എപ്പോഴും മാറ്റണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പ്രത്യേകിച്ചൊരു കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. അത് നമ്മളപ്പം പറയും, അത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു ചെറിയ സൈഡ് ഉണ്ടാവും. അപ്പൊ അതല്ല, അത്രേ ഉള്ളൂ. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടാണ്. ഇപ്പൊ എന്റെ ചെറിയ മിസ്റ്റേക്സും ആളെ ആക്സെപ്റ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പം അങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞ ഇവർക്ക് വിസിലൊക്കെ വാങ്ങിയത് വെറുതെ 1-2 കാര്യങ്ങളിൽ മാത്രം. മുന്നേ നമ്മുടെ വെഡിങ് കഴിഞ്ഞ ഇന്റർവ്യൂവിന് വന്നപ്പോഴും എന്തോ ഇതിന്റെ ടാസ്ക്, അപ്പൊ അവരും പറഞ്ഞു ഇവര് ഒന്നും ചെയ്താ. ഞാനപ്പോ പറഞ്ഞില്ല, ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഒരു 1-2 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യും, അപ്പൊ ചിലപ്പം മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇതായിട്ട് പറയാൻ പറ്റും. ഉടനെ തന്നെയാണ് മൈൽ സ്റ്റോൺ വന്ന് നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ എടുത്തത്. അതിനുശേഷം ഇപ്പൊ 1.5 കൊല്ലം കഴിഞ്ഞപ്പോ വീണ്ടും അതെന്താ സംഭവം? അതിന് മുന്നേ ഈ പ്രേമിച്ച് കല്യാണം കഴിച്ചതുകൊണ്ട് അതിനു മുമ്പ് തന്നെ രണ്ടുപേരുടെയും ക്യാരക്ടർ ഓക്കെ ആണ് എന്ന് തോന്നിയിട്ടാണ് ബേസിക്കലി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് തന്നെ. എന്നുവെച്ചാൽ ആ ഒരു പരിപാടി ഓക്കെ ആണ്, നമുക്ക് രണ്ടുപേർക്കും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും എന്നൊരു തോന്നൽ വന്നതുകൊണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇപ്പോഴും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാം അങ്ങനെ ബാലൻസ് ചെയ്ത് പോകാം. ടച്ച് വിട്, എന്തായാലും ഇവിടെ വുഡ് ഇവിടെ ഉള്ളു. എന്തായാലും അത് നല്ല രീതിയിൽ തന്നെ ഇതേപോലെ ബാലൻസ് ചെയ്തുകൊണ്ട് ഇനി ഞങ്ങൾ അടുത്ത ഒരു കൊല്ലം അശ്വതിക്ക് വീണ്ടും സെറ്റ് ചെയ്യാൻ സമയം തന്നിരിക്കുക. 1 കൊല്ലം കഴിയുമ്പോൾ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീട്ടിൽ വരുന്ന ചേഞ്ചസും കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചസും ഇല്ലാതെ ഇതുപോലെ ഇതിനെക്കാട്ടിലും സ്ട്രോങ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് പോട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ആൻഡ് ശ്രീനാഥിന് ഒരുപാട് ബാക്ക് ടു ബാക്ക് ഇനി ഇതേപോലെ സ്റ്റേജ് ഷോസിൽ ഇപ്പോൾ കൂടുതൽ ഫോക്കസ്ഡ് ആണ്. അതിനെക്കാട്ടിലും ഒരുപാട് നമ്മുടെ ഇൻഡസ്ട്രിയിലും ഒരുപാട് ബാക്ക് ടു ബാക്ക് ഷോസ് ഒക്കെ വരട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് 2 പേർക്കും നല്ലൊരു ഹാപ്പി ഹെൽത്തി നല്ലൊരു മാരീഡ് ലൈഫ് ഉണ്ടാവട്ടെ. താങ്ക് യു.